സാറ് രാജീവിന്റെ വരവോടുകൂടി തന്നെ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ്. പക്ഷെ അതിൽ ഏറ്റവും നിർണായകം ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ രാജീവിലൂടെ അത് ബി ജെ പിയിലേക്ക് എത്തുമോ? ഈ കേന്ദ്ര നേതൃത്വം കരുതുന്നത് തന്നെ രാജീവിനെ ഇറക്കിയതിലൂടെ, അതായത് മുമ്പുണ്ടായ വീഴ്ചകൾ തിരുത്തണം, കിട്ടിയ അവസരങ്ങൾ വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ പോയതിൽ എന്തു പറ്റി അവിടെ തിരുത്തൽ വരുത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ അധികാരം പിടിച്ചതിന് ശേഷം മാത്രമേ ഞാനിവിടുന്ന് പോവുകയുള്ളൂ, ഞാനിവിടെ തന്നെ ഉണ്ട് എന്നാണ്. ഇതിനെ മറ്റു പലരും പലതരത്തിൽ പരിഹസിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് ഇതിനകത്ത് വലിയ അങ്കലാപ്പാണ് കേട്ടോ. അതിന് വേറെ കാര്യങ്ങളുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ വിഭാഗം പണ്ട് മുതലേ UDFിനോട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിനോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഈ ക്രൈസ്തവരെന്നാണ് കോൺഗ്രസ്സിൽ നിന്ന് അകലാൻ തുടങ്ങിയത്? ലീഗ് കയറി കോൺഗ്രസ്സിനെ ഭരിക്കാൻ തുടങ്ങി. ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്തും അല്ലാതെയും കോൺഗ്രസ്സിനെ നിയന്ത്രിക്കുന്നത് ലീഗാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി, ഭരണം കിട്ടിയാൽ പോലും ലീഗായിരിക്കും ഭരിക്കാൻ പോകുന്നത്, കോൺഗ്രസ് അവിടെ നിഷ്പ്രഭമായി മാറും എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടിയേക്കാൾ, ചെന്നിത്തലയേക്കാൾ വലിയ ആധിപത്യത്തിലായി കുഞ്ഞാലിക്കുട്ടി. ഇത് ക്രൈസ്തവർക്ക് അങ്ങോട്ട് ചേരുന്ന ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അംഗീകരിക്കത്തുമില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം. കാരണം ക്രൈസ്തവർ കോൺഗ്രസുമായി അടുക്കുന്നത് തന്നെ ആന്റണിയിലൂടെയാണ്, ഉമ്മൻചാണ്ടിയിലൂടെയാണ്. UDFുമായി എടുക്കുന്നത് മാണിയിലൂടെയാണ്. അങ്ങനെ ഒരു ക്രൈസ്തവ മുഖം തന്നെ UDFിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കി, ക്രൈസ്തവരിൽ പലരെയും ഇങ്ങോട്ട് BJPയിലോട്ട് കൊണ്ടുവന്നില്ല, അടർത്തി മാറ്റി കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ അനിൽ ആന്റണി തന്നെ, അതുപോലെ തന്നെ PC ജോർജ്, അൽഫോൻസ് കണ്ണന്താനം, ജേക്കബ് തോമസ് റിട്ടയർഡ് IPS. PC ജോർജിനേക്കാൾ കൂടുതൽ BJPക്ക് ഭാവിയിലേക്കുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ്. ഇപ്പം ചോദിക്കും, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ക്രൈസ്തവനല്ലല്ലോ എന്ന് ചോദിക്കാം. അല്ല, അത് അദ്ദേഹത്തിന് ഈ ക്രൈസ്തവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി, ജോർജ് കുര്യനെ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്തു. കൂടുതൽ അടുപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ജോർജ് കുര്യൻ പഴയ BJPക്കാരനാണ്, അല്ലാതെ ഈ ഇന്നലെ കാലത്ത് മുളച്ചു വന്ന ഒരാളൊന്നും അല്ല. അദ്ദേഹത്തിന് ആ പാർട്ടിയുടെ നല്ല പാരമ്പര്യമുള്ള ആൾ തന്നെയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ അല്ലേ ഈ മുനമ്പം വിഷയത്തിനകത്ത് വളരെ കാര്യമായിട്ട് ഇടപെട്ട് ചർച്ച മാറ്റിക്കൊണ്ടുവന്നത്, BJPക്ക് അനുകൂലമായ തരത്തിൽ കൊണ്ടുപോയതും രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ ഒരു പാലം പണിയാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് കഴിയും, BJPയും ക്രൈസ്തവരുമായിട്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞല്ലോ, റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം. എന്തുകൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം അത് വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ല? ആ ബിഷപ്പ് പാംപ്ലാനിയെ പിന്താങ്ങിക്കൊണ്ട് പല ബിഷപ്പുമാരും ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ഇങ്ങനെ തൃശ്ശൂര് വരെയുള്ള ബിഷപ്പുമാര് അനുകൂലിച്ചു. സാർ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ അതൊരു ചെറിയ മാറ്റം കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ഈ ബിഷപ്പ് പാംപ്ലാനി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും CPM ആകെ ഹാലിളകി കളഞ്ഞു. അവർക്ക് ഭ്രാന്ത് പിടിച്ചു എന്നുള്ളതാണ്. കാരണം ഇതൊരു വലിയ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അപകടമാണ് എന്ന് CPM മനസ്സിലാക്കി. കോൺഗ്രസിനും അത് മനസ്സിലായി. കാരണം അതിനിടയ്ക്കാണ് നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു, ഈ അവസരത്തിൽ ബിഷപ്പുമാർ കാണാനായിട്ട് എത്തുന്നു. തൃശ്ശൂരിൽ 2 തവണ വന്നില്ലേ, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മകളുടെ വിവാഹവുമായിട്ടും വന്നു. അവിടെ ഒക്കെ സമയത്ത് ബിഷപ്പുമാർ കാത്തുനിന്നു. അതൊക്കെ കൂടുതൽ കോൺഗ്രസിനും CPMനും വലിയ അങ്കലാപ്പുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാഞ്ഞ് പിടിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാന നേതൃത്വം കൂടുതൽ ക്രൈസ്തവരെ അതിലേക്ക് കൊണ്ടുവരാമായിരുന്നു. ഇപ്പം തൃശ്ശൂരിൽ ക്രൈസ്തവർ കൂടുതലായിട്ട് അടുത്തില്ലേ എന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപിയുടെ ഒരു വലിയ അധ്വാനമാണ് അതിനകത്ത് നടന്നത്. സുരേഷ് ഗോപി സംസ്ഥാന ഘടകത്തിൻ്റെ തീർച്ചപ്പെടുത്തലിലൂടെ അല്ലല്ലോ സ്ഥാനാർത്ഥിയായത്. BJP കേന്ദ്ര നേതൃത്വം മോദിയും അമിത്ഷായുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വരുന്നത്. ആ ഒരു ബന്ധമെന്ന് പറയുന്നത് അവർക്ക് വളരെ ദൃഢമായിട്ടുള്ളതാണ്. അവർക്ക് അതുകൊണ്ടാണ് തൃശ്ശൂർ എടുത്തിരിക്കും എന്ന് തീർച്ചപ്പെടുത്തിയത്. ഇത്തവണ അവർക്ക് തൃശ്ശൂരിൽ പരാജയമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കേരളത്തിൽ BJP വേരൂന്നില്ല എന്ന് തന്നെ നമുക്ക് എഴുതി വയ്ക്കാമായിരുന്നു. പക്ഷെ അതിന് മാറ്റം വരുത്തി.
2019 തോൽവിക്ക് ശേഷം സുരേഷ് ഗോപി അവിടെ നിന്നു. കരിവന്നൂർ വിഷയം വന്നു, അതിലൊക്കെ ഇടപെടൽ വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ അനുകൂല ഘടകമാക്കി മാറ്റി. അപ്പോൾ അത്തരത്തിൽ മുമ്പ് പല പരീക്ഷണങ്ങളും BJP നടത്തിയിട്ടുണ്ട് ക്രൈസ്തവരെ അടുപ്പിക്കുന്നതിലേക്ക്, BJPയുമായിട്ട് ഒന്ന് ചേർത്ത് നിർത്താനായിട്ട്. പക്ഷേ അത് വേണ്ട തരത്തിൽ ഫലം കണ്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, BJPയിൽ ക്രൈസ്തവരിൽ ധാരാളം പേര് BJPയുമായിട്ട് അടുക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ധാരാളം ക്രൈസ്തവരുണ്ട്. പക്ഷെ ഇതൊന്നും എന്തുകൊണ്ട് വോട്ടാകുന്നില്ല? അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത്. BJPയോട് അനുഭാവമുണ്ട് ക്രൈസ്തവർക്ക്, പക്ഷെ വോട്ടാകുന്നതിൽ എവിടെയോ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിനാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ശ്രമമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ PC ജോർജിനെ ദേശീയ കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തു. PC ജോർജിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച് നിൽക്കുന്ന ആളാണ് മകൻ ഷോൺ ജോർജ്. അപ്പോൾ ഈ PC-യുടെ ഈ ലവ് ജിഹാദ് പരാമർശമുണ്ടല്ലോ, ഈ അദ്ദേഹത്തിന് അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജാമ്യത്തിൽ വന്നു കഴിഞ്ഞ് പാലയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ മീനച്ചിൽ താലൂക്കിൽ 400 പെൺകുട്ടികൾ ലവ് ജിഹാദിലൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മുഴുവൻ കൂടെ പലർക്കും ഹാലിളകിയ കാര്യമാണ്. ക്രൈസ്തവരിലുള്ള പെൺകുട്ടികളെ 24 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചു വിടണം, അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കത്തോലിക്ക സഭ മുഴുവൻ ജോർജിനോടൊപ്പം നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് വലിയ അനുകൂലമല്ലേ BJPക്ക്? അപ്പം ഇതിന് കൂടുതൽ അങ്ങനെ ഒരു പിന്തുണ നൽകിയതിനു ശേഷം UDFനെ കുറിച്ച് ഒരു അനക്കമില്ല. UDF യൂത്ത് കോൺഗ്രസിലെ വലിയ രീതിയിൽ പരാതി നൽകി രംഗത്തിറങ്ങിയതാണ്. പിന്നെ ഈ സഭയുടെ പിന്തുണ കണ്ടപ്പോൾ അതൊക്കെ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. UDF കോൺഗ്രസ്സുകാർ ഇപ്പോൾ SDPIക്കാരുടെ പിന്നാലെയാണ്. അവരുടെ ഇഫ്താർ വിരുന്ന് ഉണ്ട് നടക്കുകയാണ്, അല്ലാതെ വേറൊന്നുമില്ല. ആകെ 10 വോട്ട് കണ്ടിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇവർ ഈ ക്രൈസ്തവർ നമ്മൾ പണ്ടേ പറയാറുള്ളതാണ്, ക്രിസ്ത്യാനികളാണ്, അതൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നങ്ങ് മുദ്ര കുത്തിയ ഒരു കാലമുണ്ട്. ഈ നരേന്ദ്രമോദിക്ക് എതിരെ 2014 നടത്തിയ അവിടെ മുതൽ 2019 വരെ കേരളത്തിൽ നടത്തിയ പ്രചാരണം നമുക്കറിയാവുന്നതാണ്. ഹിന്ദുത്വ രാഷ്ട്രമാണ്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലേ. അങ്ങനെയാണല്ലോ 2019 ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ വയനാട്ടിൽ നിന്ന് വിജയിച്ച് നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇവർ കണക്ക് കൂട്ടിപ്പോയത്. അതെത്രയും ഈ ക്രൈസ്തവരെ അടുപ്പിക്കുകയല്ലേ ചെയ്തത്, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെയും. ഇപ്പോൾ ക്രൈസ്തവർക്കതെല്ലാം കാര്യം മനസ്സിലായി. 2ാം തവണയും മോദി അധികാരത്തിൽ വന്നു, ക്രൈസ്തവരോട് അനുഭാവപൂർവമായ നിലപാടെടുത്തു. ഇപ്പോൾ 2024 തന്നെ ക്രിസ്മസ് വിരുന്നിലുമൊക്കെ ബിഷപ്പുമാരുമായിട്ട് നരേന്ദ്രമോദി സ്നേഹവിരുന്ന് നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ഈ ക്രൈസ്തവരുമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പം കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ യാതൊരു കാരണവശാലും ഈ രാജീവ് ചന്ദ്രശേഖറിന് ഒരു ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകത്തില്ല. BJPയിൽ എത്ര വിഭാഗീയത ഉണ്ടെങ്കിലും ആ വിഭാഗീയതയൊക്കെ തന്നെ മാറി നിൽക്കുമെന്നുള്ളതാണ്. മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷരായിട്ടിരുന്നിട്ടുള്ളവർക്ക് എവിടെയാണോ വീഴ്ച പറ്റിയത് ആ വീഴ്ച രാജീവ് മനസ്സിലാക്കിക്കൊണ്ടും എവിടെ ന്യൂനപക്ഷത്തെ ഏത് തരത്തിൽ ചേർത്ത് നിർത്തണം എന്നുള്ളതും കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ BJPക്ക് കേരളത്തിൽ വലിയൊരു മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ രാജീവിന് സാധിക്കും എന്നുള്ളതാണ്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം രാജീവിനെ ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.